കേരളത്തിന്റെ സാമൂഹിക പുരോഗതി അടയാളപ്പെടുത്തിയ ഒരു നിർണായക ദിനമാണ് ഇന്ന്, അതായത് നവംബർ 12. 1936 ഈ ദിനത്തിലാണ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അതിൻ്റെ 89ാം വാർഷികമാണെന്ന്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ അഴിമതി മുക്തമാക്കുന്നതിനായി ഭക്തജന സമൂഹം നടത്തുന്ന മറ്റൊരു മുന്നേറ്റത്തിന്റെ കാലത്താണ് ഈ വാർഷികം നാം ആഘോഷിക്കുന്നത്. കാണാം സാന്ദ്ര എ ഷാജി തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെമ്പാടും സാമൂഹിക പരിഷ്കരണങ്ങൾ നടപ്പിലായത് വലിയ സംഘർഷങ്ങളിലൂടെയാണ്. എന്നാൽ ഒരു തുള്ളി ചോര പൊടിയാതെ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ വരെ അടിമുടി മാറ്റുന്ന സാമൂഹിക പരിഷ്കരണം നടപ്പിലായ നാടാണ് നമ്മുടെ ഭാരതം. കാരണം പവിത്രമായ ഭൂമിയിൽ അത്തരം പരിവർത്തനങ്ങൾക്ക് വഴിതെളിച്ചത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള ഋഷിതുല്യരായ സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു. അവർ ഒരുക്കിയ അന്തരീക്ഷത്തിലാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ വിജയിച്ചത്. AKG, P. കൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ ഈ മുന്നേറ്റങ്ങളുടെ ഭാഗമായിരുന്നു. എന്നാൽ അന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല എന്നതാണ് സത്യം. ഈ നവോത്ഥാന പ്രക്രിയ നടക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ട് പോലുമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായി അവതരിച്ചവർ ഇത്തരം മുന്നേറ്റങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്തു. 1939 AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായതോടെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ തന്നെ തുടങ്ങിയത്. 1967 തളി ക്ഷേത്ര സമരത്തെ AKG ശക്തമായി എതിർത്തിരുന്നു. ഇതിലൂടെ പുറത്തു വന്നത് AKGയുടെ ഹിന്ദു വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു. 1924-25 കാലഘട്ടങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്ത് എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന ഉത്തരവും പുറത്തിറങ്ങി. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്തായിരുന്നു ആ നടപടി. ഈ ഉത്തരവിന് ചൂട് പിടിച്ചു തന്നെയാണ് 1936 നവംബർ 12 ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത്. തിരുവിതാംകൂറിന് പിന്നാലെ 1947 ജൂൺ 2 മലബാറും 1947 ഡിസംബർ 20 കൊച്ചിയും ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ആധുനിക കാലത്തിന്റെ മഹാത്ഭുതമെന്നാണ് ഗാന്ധി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും ഒരു പുതുയുഗത്തിന്റെ നാന്ദിയായി ക്ഷേത്രപ്രവേശന വിളംബരത്തെ പ്രകീർത്തിച്ചു. എന്നാൽ ആ വിളംബരത്തിന് 89 വയസ്സ് തികയുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളും അവ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളുടെയും സ്ഥിതിയെക്കുറിച്ച് ഭക്തർക്ക് ആശങ്ക മാത്രമാണ് ബാക്കി. 75 വർഷത്തിനുള്ളിൽ വിവിധ ദേവസ്വങ്ങൾക്ക് കീഴിൽ 30,000 ഏക്കർ ഭൂമിയാണ് അന്യാധീനപ്പെട്ടത്. ശബരിമലയിൽ മാത്രമല്ല, വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തർ സമർപ്പിച്ച സ്വർണവും മറ്റ് ആഭരണങ്ങളും കണക്കില്ലാത്ത വിധം നഷ്ടമായിരിക്കുന്നു. സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകളിലെ തട്ടിപ്പും സ്വജനപക്ഷപാതവും അഴിമതിയും തുടർക്കഥയാകുമ്പോൾ ഇന്ന് ക്ഷേത്രഭരണ പ്രവേശനം എന്ന പുതിയ വിളംബരത്തിനായി സമൂഹം മുറവിളി കൂട്ടി തുടങ്ങി. ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നും ദേവസ്വങ്ങൾ ഭക്തരും വിശ്വാസികളും ഭരിക്കട്ടെ എന്നുമുള്ള ആവശ്യത്തിനും നാൾക്കുനാൾ പിന്തുണയേറുകയാണ്.